ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ വീടിനടുത്തൊരു മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലമുണ്ട് കേട്ടോ, വെലങ്ങൻ കുന്ന്. അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോവാൻ ഇറങ്ങിയപ്പോൾ റാണിയും പിന്നാലെ ഇറങ്ങി. റാണി അങ്ങോട്ട് പോടി. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ പോകാറുള്ളതാണ്. പിന്നെ നടക്കാനൊക്കെ പോയിരുന്നു രാവിലെയും വൈകിട്ടൊക്കെ ഞങ്ങൾ നടക്കാൻ പോരുന്ന സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ വരുന്നില്ല, അച്ഛന് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും ജസ്റ്റ് ഒന്ന് നടന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ വഴി കുറച്ച് മോശമാണ് കേട്ടോ. ഇനി ചെറിയൊരു കയറ്റം അല്ലേ കതച്ചാ. ഞാനച്ഛൻ അവിടെ മേലെ പോയിട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾ നടക്കാൻ വരുമ്പം ഈ കയറ്റം കയറി പോയിട്ട് മുകളിലെത്തിയിട്ട് ജസ്റ്റ് കുറച്ച് നേരം നിൽക്കും. ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ, വെലങ്ങാങ്കുന്നിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ഈ വഴിയാണ് നമ്മൾ അമലയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ വരുമ്പോൾ വണ്ടിയിൽ വരുന്നത്. ഈ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഇത് ഇങ്ങോട്ട് ഞങ്ങളിതാ കയറി വന്ന കയറ്റം. 2 സെക്കൻഡ് അവിടെ നിന്നു കേട്ടോ. നല്ലൊരു കയറ്റം വരുന്നത്. ഇതുവഴിയും പോവാം കേട്ടോ വീട്ടിലോട്ട്. ഇതൊരു ഷോർട്ട് കട്ടാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കതിലേ പോവാം. ഇതെല്ലാം അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ്. ഞായറാഴ്ചയായിരുന്നു, 16th പോയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. ഒരു 5:30 മണിയായി ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും പാർക്കിൽ. പിന്നെ സൺഡേ അല്ലേ, അപ്പോൾ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ ഇറങ്ങാൻ വൈകി. ഞങ്ങളൊരു 4 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ പറ്റിയില്ല. എനിക്ക് എക്സാം അല്ല, ക്ലാസ് ഉണ്ടായിരുന്നു, PSC ക്ലാസ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ 2 മണിയായി. പിന്നെ വന്ന് 2 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്ന് പഠിക്കാമെന്നാണ് കരുതി. പഠിച്ചിട്ട് പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പം റെഡി ആയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല, ഉറങ്ങിപ്പോയി. ഇതാണ് കേട്ടോ അതിൻ്റെ പഴയ ടിക്കറ്റ് കൗണ്ടർ. മുമ്പ് ഇവിടെ ആയിരുന്നു, പിന്നെ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് തന്നെ മാറ്റി, പാർക്കിനടുത്ത് തന്നെ ആക്കി. ആദ്യം ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പോകണമായിരുന്നു. ഇവിടെ അടയ്ക്കും കേട്ടോ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇവിടെ അടയ്ക്കും. പിന്നെ അങ്ങോട്ട് വണ്ടികളൊന്നും കടത്തി വിടത്തില്ല. പിന്നെ അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടികളും ഇതിൻ്റെ പുറവശത്തോട് ചുറ്റി വേണം പോവാൻ. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നടക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കാതെ ഫുൾ വർത്താനം പറഞ്ഞ് പോവാം എന്നൊക്കെ. പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ്, വണ്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വർത്താനം പറയാൻ പറ്റിയില്ല. സംസാരിച്ചുകൊണ്ടൊക്കെ വീഡിയോ എടുക്കണമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ പറ്റിയില്ല. അമ്മ അതിലായിരുന്നു, തിരക്കും വണ്ടികളും ഒക്കെ. സൺഡേ അല്ലെങ്കിലും ഈവനിങ് സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് വെലങ്ങാങ്കുന്നിൽ പോവാം, ഇങ്ങനൊരു വീഡിയോ ചെയ്യാം, വെലങ്ങാങ്കുന്നിൻ്റെ വീഡിയോ ചെയ്യാം, നമുക്ക് നടന്ന് പോവാം. അമ്മ വരുമോയെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറയാ, ഞാൻ വരാം, എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നാൽ മതിയെന്ന്. എൻ്റെ ഐഡിയ ആയിപ്പോയി. രസം കേട്ടോ നടക്കാൻ. ഞങ്ങളിതിൽ നടക്കാനൊക്കെ വന്നിരുന്ന രാവിലെ ഞാനും അച്ഛനും കൂടെ വരുമായിരുന്നു, വൈകുന്നേരം ഞാനും അമ്മയും കൂടെ. അപ്പം അമ്മയ്ക്ക് കാലുവേദനയൊക്കെ കാരണം നിർത്തി. രാവിലെ പാർക്കിനകത്തൊക്കെ നടക്കാം, ഷട്ടിലൊക്കെ കളിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ മടിയായി. മഴ സമയം ജൂണൊക്കെ ആയപ്പോൾ പിന്നെ മഴ സമയത്ത് നിർത്തിയതാണ് നടക്കാം, പിന്നെ വന്നിട്ടില്ല. രാവിലെ അച്ഛൻ്റെ കൂടെ പാർക്കിനകത്തൊക്കെ വീട്ടിനവിടെ നടന്ന് പാർക്കിനവിടെ വരെ ഒരു റൗണ്ടൊക്കെ നടക്കും.
അമ്മ വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ പാർക്ക് വരെ എത്തില്ലല്ലേ? പകുതി വരെ നടക്കാൻ വരും. ഇനിയിപ്പോൾ അമ്മയ്ക്ക് കാൽവേദന. എൻ്റെ വീഡിയോ കാണുന്ന ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലം തൃശ്ശൂരാണെന്ന് അറിയാമായിരിക്കും. പക്ഷെ എൻ്റെ സ്ലാങ് ഒരു തൃശ്ശൂർ സ്ലാങ്ങേ അല്ല, നല്ല ഒന്നാന്തര ആലപ്പുഴ സ്ലാങ്ങാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലം കായംകുളത്തായിരുന്നു. പ്രോപ്പർ കായംകുളമല്ല, കായംകുളത്തിനടുത്ത് കറ്റാനെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ 2015 തൃശ്ശൂർ വന്ന് സെറ്റിലാവുന്നത്. അതാണ് എൻ്റെ സ്ലാങ്, നല്ല ആലപ്പുഴ സ്ലാങ്. ഞാൻ അവസാനം ചെയ്ത വീഡിയോ ഇല്ലേ, തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ്, അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശക്തൻ മാർക്കറ്റിൽ ഏതോ ആലപ്പുഴക്കാരി വന്ന് വ്ളോഗ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ ശരിക്കും തൃശ്ശൂർക്കാരിയാണോ എന്നൊക്കെ തംബ്നെയിൽ ഇട്ടിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ. ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ, അതിനകത്തോട്ട് കയറിപ്പോവാം പാർക്കിലേക്ക്, ഇതിനകത്തൂടെയൊക്കെ. ആ പാർക്ക് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പൂപ്പന്താടി കുറേ ഉണ്ടായിരുന്നു കേട്ടാ, വരുന്ന വഴിക്ക് കണ്ടതാണ്. റോഡിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൂപ്പന്താടി. ഇതൊക്കെ പാർക്കിനകത്തൂടെ നടക്കുന്നതാണ് കേട്ടോ ആൾക്കാർ. നമ്മളെവിടെ വരെ നടക്കാൻ വരാറ്? വൈകുന്നേരം നമ്മൾ വരാറുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ കായംകുളത്തായിരുന്നപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമല്ലോ, അപ്പോൾ നമ്മളടുത്തുള്ള ടൂറിസ്റ്റ് സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കുന്നൊരു പരിപാടിയില്ലേ, അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൊണ്ടുവരുന്നൊരു സ്ഥലമായിരുന്നു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾ കൊണ്ടുവന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ വെലങ്കംകുന്ന്. വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾ ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് പോവാം. പിന്നെ മെയിനായിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. വീടിന് തൊട്ടടുത്ത്, പിന്നെ ജസ്റ്റ് ടിക്കറ്റ് എടുക്കുക, പോവുക, എൻജോയ് ചെയ്യുക, പാർക്കിനകത്തൊക്കെ കുറച്ച് കറങ്ങി അടിച്ച് നടക്കുക. പിന്നെ കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് മെയിൻ. അങ്ങനെ ദാ ഇവിടെ എത്തി. ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെയാക്കി. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത്ര 20 രൂപ. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് കേട്ടോ സമയം, വൈകുന്നേരം. നോക്കട്ടെ, അമ്മ തല തിരിച്ച് ടിക്കറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ, നോക്കിക്കോ. രണ്ടുപേർക്കും കൂടി 40 രൂപ. അതൊരു സ്റ്റേഡിയം ആണ് കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഞങ്ങളിവിടെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ആദ്യം ഞങ്ങൾക്ക് ചായ കുടിക്കണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചില്ല, ഇവിടെ വന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു കണ്ടാ. വൈകുന്നേരം സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ. കയറി വരുമ്പോൾ ഇതാണ് കേട്ടോ കാണുന്നത് പാർക്കിംഗ് ഏരിയയും വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. സൂര്യഭഗവാൻ പോയി തുടങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ചായ കുടിക്കണമായിരുന്നു. ചായ കുടിച്ച് ഞാൻ ഉഷാറാവുമല്ലോ. അങ്ങനെ ചായയും പിന്നെന്താ ഒരു ഏത്തക്കപ്പവും പഴംപൊരിയും ബജ്ജിയൊക്കെ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഡാൻസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷേ ഞങ്ങൾ വൈകിപ്പോയില്ലേ, അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് വിചാരിച്ചു. ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി, നടന്നില്ല. പിന്നെ ഇതാ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. എൻ്റെ മുകളിൽ കയറി ചെന്നാൽ നല്ല ചുറ്റുഭാഗം കാണാം. വളരെ കാമാണ് കേട്ടോ ഇവിടെ, നല്ല രസമാണ്. ഇത് താഴെ കാണുന്നത് ചിൽഡ്രൻസ് പാർക്കാണ്. പാർക്കിലോട്ട് ഞങ്ങൾ അങ്ങനെ പോയില്ല കേട്ടോ.
ഇതിൻ്റെ തുടക്കത്തിൽ ഞാനിവിടെ പണ്ട് 7th എന്തോ പഠിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ വേറെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതിനേക്കാൾ കുറച്ചും കൂടെ വെറൈറ്റി റൈഡൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്, കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ അവിടെ ഇറങ്ങി ജസ്റ്റ് ഇതാ പാർക്കിൻ്റെതായി, ഇത് പാർക്കിലോട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ കുട്ടികളുടെ. അങ്ങോട്ട് ഇറങ്ങട്ടല്ലോ. നല്ല രസമാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ കളിക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയില്ല കേട്ടോ, ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പാർക്ക് ഫുള്ളൊന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു നടപ്പാത പാർക്ക് ചുറ്റിയുണ്ട് കേട്ടോ, ഫുള്ളുണ്ട്. ഞാനും അച്ഛനും നടക്കാൻ വരുമ്പോൾ രാവിലെ ഒരു റൗണ്ട് ചുറ്റുമായിരുന്നു കേട്ടോ ഇതിലേ. ഞങ്ങൾ മാത്രമല്ല, കുറേ ആൾക്കാർ നടക്കാൻ വരും രാവിലെ. നല്ല രസമായിരുന്നു ആ ഒരു ആംബിയൻസ്. ഞാൻ എപ്പോഴെങ്കിലും രാവിലെ അങ്ങനെ ഒരു മോർണിംഗ് വാക്ക് വന്നിട്ട് ചെയ്ത്. ആദ്യമൊക്കെ വരുമ്പം, ആദ്യമല്ല കേട്ടോ, മഴ സമയത്തൊക്കെ കുറച്ചും കൂടെ ഇതിപ്പോൾ ആകെ വരണ്ടിരിക്കുന്നത് പോലെയല്ല, അങ്ങനത്തെ ഒരവസ്ഥ. കുറച്ചും കൂടെ ഗ്രീനറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ വരുമ്പോൾ. ഇത് ഫുള്ളുണ്ട് കേട്ടോ, ഈ നടപ്പാത പാർക്ക് ചുറ്റി റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിറകാണ്. പാർക്കിൽ വന്നിട്ടേ എൻ്റെ അമ്മയുടെ നോട്ടം മുഴുവൻ ഇവിടുത്തെ വിറകായിരുന്നു കേട്ടോ. എന്തോരം ഉണങ്ങിയ വിറകാണ് ഇവിടെ നിന്ന്. നടക്കാൻ വരുമ്പോഴും ഇങ്ങനെ പറയും വിറകൊക്കെ കാണുമ്പം, അയ്യോ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കും. ആ വഴിയാണ് കയറി വന്നത്. കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി. ഇനിയൊരു ദിവസം വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങോട്ട് വരുന്നത്. മാക്സിമം എനിക്ക് നടന്നു വരുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നു. ഇന്ന് ഒരു 2-3 മാസം മുന്നേ രമേശ് വന്നപ്പോൾ ഞാനും രമേശും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് വന്നിരുന്നു. ചുമ്മാ അവിടെ വന്നിരുന്നു, ഒരു ഐസ്ക്രീം കഴിച്ചു, കുറച്ചേരം പോയി. പക്ഷെ എല്ലാവരും കൂടെ വേണം. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് പാർക്കിനകത്ത്. ചെറുതായിട്ടൊരു സൺസെറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇരുട്ടായി തുടങ്ങി. നമ്മുടെ ഫോട്ടോ കിട്ടും അവിടെ നിന്ന്. പോവാം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ. കുറേ നാളായിട്ട് വരും നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാം, കുറേ നാളായില്ലേ പോയിട്ടെന്നൊക്കെ. അപ്പം എന്നാൽ ഞാനും വിചാരിച്ചു ഇങ്ങോട്ട് വരാം. ഇവിടെയൊക്കെ മുന്നേ നല്ല ഗ്രീനറി ആയിരുന്നു കേട്ടോ, ഇപ്പോൾ ആകെ വരണ്ടിരിക്കുന്നു. ഞാനും അച്ഛനും കൂടെ ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ.
തൃശ്ശൂർ ടൗണും കോഴിപ്പാടും എല്ലാം കാണാം കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരുടെ ഒക്കെ പോയി തള്ളി മറിക്കുമായിരുന്നു കേട്ടോ. തൃശ്ശൂർ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പാർക്കുണ്ട്, കുന്നിൻ്റെ മുകളിൽ ഒരു പാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളലായിരുന്നു. അങ്ങനെ അവിടെ എന്താ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഇത് ഫ്രണ്ട് ഭാഗം കേട്ടോ, നമ്മൾ കറങ്ങി അടിച്ചത് ഇവിടെ വന്നു. ക്ലോസ് ചെയ്യാറ് എന്നിട്ട് എന്താ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടുന്നമ്മ നീ കർഷകനും കുടുംബവും. ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ, തൃശ്ശൂർ YWCA ഹോസ്റ്റൽ. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ ഓർമ്മ വന്ന്. പക്ഷെ അത് ഇതിലും കുറച്ചും കൂടെ ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ ഫുൾ നല്ല ഗ്രീനറി ആയിരുന്നു, ലോണൊക്കെ പോലെ ഉണ്ടായിരുന്നു അന്ന്. അതിനായിട്ട് നമുക്ക് തിരക്കില്ലാത്ത ദിവസം അത്യാവശ്യം തിരക്കായിരുന്നു കേട്ടോ ഇന്ന്, ഞായറാഴ്ച ആയതുകൊണ്ട്. ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നേ. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു, ഞാനങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാം കേട്ടോ. ഇതതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഞങ്ങളവിടെ ഞാൻ വരുമ്പോൾ സ്റ്റേഡിയം കാണിച്ചിരുന്നില്ലേ, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇരുട്ടായി. പിന്നെ ഒരു ദിവസം വരാം, അപ്പോൾ നമുക്ക് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ദിവസം വരാം. സൺഡേ വന്നാൽ നല്ല തിരക്കായിരിക്കും. പിന്നെ കുറച്ചും കൂടെ നേരത്തെ വരണം. അപ്പം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. തൃശ്ശൂർ വരുന്നവരൊക്കെ കൂടെ വരണം. ആ വിസിലടിക്കുന്നതാണോ? പോകാൻ വേണ്ടിയിട്ട് വിസിലടിക്കുന്നതാണോ? വിസിലടി കേൾക്കുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു നടന്നാൽ പോണേട്ടാ. ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ വിലങ്ങൻകുന്ന്, വീടിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങളൊരു 4 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച വീട്ടിൽ നിന്ന്. പക്ഷെ വന്നിട്ട് ഞാൻ ഇന്ന് PSC ക്ലാസ് ഉണ്ടായിരുന്നു സൺഡേ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ 2 മണിയൊക്കെ ആയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പഠിക്കാമെന്ന് കരുതി. ഫുഡ് വെച്ചിട്ട് ഇന്ന് പഠിക്കാമെന്നാണ് കരുതിയത്. എന്നിട്ടൊരു 4 മണിക്കാകുമ്പം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ 4 മണിയൊക്കെ ആയി എണീറ്റപ്പോൾ. എണീറ്റ് കഴിഞ്ഞ് അമ്മ വന്ന് നോക്കിയപ്പോൾ അമ്മ ഭയങ്കര ഉറക്കം. അപ്പം വിളിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിയായി പിന്നെ ഇറങ്ങിയപ്പോൾ. ഇരുട്ടായി തുടങ്ങി. തിരിച്ചു വല്ല ഓട്ടോ കിട്ടുവാണെങ്കിൽ പോകാമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു വേണ്ട, നടന്ന് തന്നെ പോവാം. തിരിച്ച് നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാം. നമ്മുടെ പോകുമ്പോൾ കണ്ട അത് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അടച്ചു കൂട്ടാ. അപ്പോൾ നമ്മളതിലേ ചുറ്റി വരണമായിരുന്നു. 6 മണിയാകുമ്പോൾ അടയ്ക്കും. ഇരുട്ടായി. 7 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് റാണിക്കുട്ടി. അയ്യോ 7:30
7:30 ആവണു ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. അതെ ഞങ്ങളുടെ റാണിക്കുട്ടിയുടെ സന്തോഷം നോക്ക്. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു.